ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഓരോ സ്ഥലങ്ങളിലെയും പാരണാസമയം നോക്കാം. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളോട് വീഡിയോയിൽ കമൻ്റ് ഇട്ട് ചോദിക്കുന്ന സ്ഥലങ്ങളിലെയും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പാരണാസമയം എന്താണെന്ന് ഒന്ന് പറയാം ആദ്യം തന്നെ. അതായത് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുന്ന സമയമാണ് പാരണാസമയം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ നമ്മുടെ വ്രതം അവസാനിപ്പിക്കുക. നമ്മളെങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്? ഒന്നുമില്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ച് തീർത്ഥം മേടിച്ച് കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് തീർത്ഥം കുടിച്ച് എങ്ങനെയാണോ നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. ചിലർ അരിയൊക്കെ ഇട്ട വെള്ളം കുടിക്കാറുണ്ട്, ചിലർ മലരിട്ട വെള്ളം കുടിച്ച് അവരുടെ വ്രതം അവസാനിപ്പിക്കാറുണ്ട്. ഞാൻ തുളസി തീർത്ഥം കുടിച്ചാണ് വ്രതം അവസാനിപ്പിക്കുന്നത്. ഭഗവാന് പഴങ്ങളോ പാലോ ഒക്കെ നേദിക്കുന്നുണ്ടെങ്കിൽ തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം അതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. പക്ഷേ വ്രതം അവസാനിപ്പിച്ചതിന് ശേഷവും അന്നത്തെ ദിവസം നിങ്ങൾ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അതായത് 20-ാം തീയതി പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ശരീരത്തിനെ നോൺ വെജ് ഭക്ഷണത്തിലേക്ക് മാറ്റി ഇരുത്താതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഓരോ സ്ഥലത്തെയും പാരണാസമയം വ്യത്യാസമുണ്ട്. ആദ്യമായിട്ട് കേരളത്തിലെ പാരണാസമയം എന്ന് പറയുന്നത് മെയ് 20-ാം തീയതിയാണ്. രാവിലെയാണ്. എല്ലാ സ്ഥലങ്ങളിലെയും രാവിലത്തെ സമയമാണ് പറയുന്നത്. കേരളത്തിൽ രാവിലെ 6:03 മുതൽ 10:13 വരെയുള്ള സമയമാണ്. ആ സമയത്ത് അതിനുള്ളിൽ 6:03 മുതൽ 10:13 വരെയുള്ള സമയത്തിനുള്ളിൽ നമ്മുടെ വ്രതം നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി തമിഴ്നാട്ടിൽ 5:42 മുതൽ 9:58 വരെ, കർണാടക 5:53 മുതൽ 10:09 വരെ, തെലുങ്കാന 5:43 മുതൽ 10:03 വരെ, മധ്യപ്രദേശ് 5:37 മുതൽ 10:04 വരെ. എല്ലായിടത്തും രാവിലത്തെ സമയമാണ് പറയുന്നത്. മുംബൈ 6:02 മുതൽ 10:24 വരെ, ഗുജറാത്ത് 6:06 മുതൽ 10:33 വരെ, ഡൽഹി 5:28 മുതൽ 10:01 വരെ. ഇനി ദോഹ ഖത്തർ 4:47 മുതൽ 9:16 വരെ, കുവൈറ്റ് 4:53 മുതൽ 9:28 വരെ, ദുബായ് 5:33 മുതൽ 10:02 വരെ, അബുദാബി 5:37 മുതൽ 10:05 വരെ, സൗദി അറേബ്യ 5:07 മുതൽ 9:36 വരെ, ബഹ്റിൻ 4:49 മുതൽ 9:19 വരെ, ഷാർജ 5:31 മുതൽ 10 മണി വരെ, ഒമാൻ 5:22 മുതൽ 9:49 വരെ, അമേരിക്ക 5:51 മുതൽ 6:28 വരെ, ഓസ്ട്രേലിയ 6:55 മുതൽ 10:18 വരെ, UK 5:01 മുതൽ 10:19 വരെ, സിംഗപ്പൂര് 6:56 മുതൽ 10:59 വരെ, സാംബിയ 6:23 മുതൽ 10:10 വരെ, ന്യൂസിലാൻഡ് 7:27 മുതൽ 10:41 വരെ, മാലിദ്വീപ്സ് 5:53 മുതൽ 9:59 വരെ. ഇതാണ് മെയ് 20-ാം തീയതിയിലെ പാരണാസമയം. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വേറൊരു ആൾ നമ്മളോട് ചോദിച്ചിരുന്നു, ബ്രിട്ടീഷ് കൊളംബിയ, കാനഡ, അവിടുത്തെ പാരണാസമയം. അത് ഞാൻ അവരുടെ കമൻറ്റിന് താഴെ ഇട്ടിട്ടുണ്ട്. ആ സമയം അവർക്ക് 18-ാം തീയതിയാണ് ഏകാദശി, 19-ാം തീയതി പാരണ വീഴണം. അപ്പോൾ ആ ഒരു 12 മണിക്കൂറിൻ്റെയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ കണക്ക് കൂട്ടുമ്പോൾ ഇതാണ് സമയം. അത് ഞാൻ കൃത്യമായിട്ട് ആ വീഡിയോയുടെ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാരണാസമയത്ത് തന്നെ നമ്മുടെ പാരണ വീഴണം. അതുപോലെ തന്നെ ഹരിവാസര സമയം, ഏകാദശി ദിവസം ഹരിവാസര സമയം എന്ന് പറഞ്ഞാൽ പകൽ സമയമാണ്. രാവിലെ 7:12 മുതൽ 8:21 വരെ. അപ്പോൾ എല്ലാവരും തന്നെ, എല്ലാ രാജ്യത്തുള്ളവരും പകൽ സമയം മുഴുവൻ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ശ്രീഹരി വിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് നിരന്തരം ഈ ഏകാദശി ദിവസം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഏകാദശി ദിവസം മാത്രമല്ല, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആ നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം. ഭഗവാനെ നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ ഭഗവാൻ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുകയുള്ളൂ. ഭഗവാന് ഒരു വഴിപാടും നിങ്ങൾ ചെയ്യണ്ട. എപ്പോഴും ഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്നാൽ മതി, ജപിച്ചുകൊണ്ടിരുന്നാൽ മതി. അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം.
അല്ലാതെ ഭഗവാന് വലിയ വലിയ വഴിപാടുകൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഭഗവാന് പ്രിയമെന്ന് പറയുന്നത് ഭഗവാനെ സ്നേഹിക്കുന്നവരെയാണ്, ഭഗവാന്റെ ഭക്തരെയാണ്, ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലെല്ലാം തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമമോ അതല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന നാമമോ ഒക്കെ ജപിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരും ഒരു ജപമാല മേടിച്ചിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. എത്ര തവണ ജപിക്കാൻ പറ്റുന്നുണ്ടോ, എത്ര മാല ജപിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും മാല ജപിക്കുക. അതല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ജപമാലയിൽ ജപിക്കുക. ജപമാല ഉപയോഗിച്ച് ജപിക്കുമ്പോൾ നമുക്ക് തെറ്റാതെ ജപിക്കാൻ പറ്റും. ഇപ്പോൾ 108 തവണ ജപിക്കുമ്പോൾ നമുക്ക് എണ്ണിക്കൊണ്ടിരിക്കേണ്ട, നമ്മുടെ ശ്രദ്ധ ആ ജപത്തിൽ മാത്രമായിരിക്കും, മറ്റൊന്നിലേക്കും ശ്രദ്ധ പോവില്ല. ഇല്ലെങ്കിൽ നമ്മൾ അല്ലാതെ എണ്ണാൻ പോകുമ്പോൾ നമ്മൾ എണ്ണുന്നതിലായിരിക്കും കൂടുതൽ ശ്രദ്ധ വരുന്നത്. അപ്പോൾ ജപമാല ഉപയോഗിച്ച് ജപിക്കാൻ പഠിക്കുക. എല്ലാവരും ജപിക്കുക, പരമാവധി സമയം പ്രാർത്ഥിക്കുക ഭഗവാന്റെ നാമങ്ങൾ. അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ഭഗവാന്റെ ഭക്തരെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. എത്ര സമയം ഈ വൈശാഖ മാസത്ത് നമുക്ക് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ജപിക്കാൻ പറ്റുമോ അത്രത്തോളം ജപിച്ചുകൊണ്ടേയിരിക്കുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കുക. രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കുമൊക്കെ നമ്മൾ ജപിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും ഒക്കെ ജപിക്കുക. സന്ധ്യയ്ക്കൊക്കെ നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് നിർബന്ധമായും ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് മാറ്റി വെക്കുക, രാവിലെ ആണെങ്കിലും. അതൊക്കെ ചെയ്യുക. ഏകാദശി ദിവസം ആ വ്രതചര്യയിൽ തന്നെ ഇരിക്കുക. ഏകാദശി എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്നും ഞാൻ വീണ്ടും പറയുന്നില്ല. ധാന്യങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് ഏകാദശി എടുക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.